ഇവിടെയാണ് ശിർക്ക് വന്നത്. ശരി, ഇനി അടുത്ത ചോദിക്കും. എത്രയായി? എൻ്റെ പേര് മുഹമ്മദ് അലി. ഇതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് മാസത്തിലാണ് ജനിച്ചത്, ഏത് ഡേറ്റിലാണ് ജനിച്ചത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം. അതിൽ ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകന്റെ ചരിത്രം രേഖപ്പെടുത്തിയ അല്ലാമ ഖസ്തല്ലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ പ്രവാചകൻ ജനിച്ച മാസം, വർഷം, ഡേറ്റ് എന്നിവയിൽ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. റബീഉൽ അവ്വൽ 2 ആണെന്ന് പറഞ്ഞവർ, 8 ആണെന്ന് പറഞ്ഞവർ, 9 ആണെന്ന് പറഞ്ഞവർ, 12 ആണെന്ന് പറഞ്ഞവർ, 16 ആണെന്ന് പറഞ്ഞവർ. അതേപോലെ റബീഉൽ അവ്വൽ ആണെന്ന് പറഞ്ഞവർ, റബീഉൽ ആഖിർ ആണെന്ന് പറഞ്ഞവർ, ശഅബാൻ ആണെന്ന് പറഞ്ഞവർ, മുഹറം ആണെന്ന് പറഞ്ഞവർ, റമദാൻ ആണെന്ന് പറഞ്ഞവർ. ആമുൽ ഫീൽ, ആനക്കൽഹ വർഷം എന്ന ആ വർഷത്തിലാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ, അതിന് തൊട്ടു മുമ്പത്തെ കൊല്ലമാണെന്ന് പറഞ്ഞവർ, ശേഷമുള്ള കൊല്ലമാണെന്ന് പറഞ്ഞവർ. ഇതെല്ലാം അഭിപ്രായങ്ങളുണ്ട്. ഇനി 151 വക മൗലിദ് കിതാബിൽ ഒന്നാമത്തെ മൗലിദാണ് ബർസൻജി മൗലിദ്. 151 വക മൗലിദ് കിതാബ്. അതിൽ ആദ്യത്തെ മൗലിദ് ബർസൻജി മൗലിദ്. ആ ബർസൻജി മൗലിദിൽ കാണാം വഖ്തുലിഫ ഫീ ആമി വിലാദത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരുടെ ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹാ, ആ ജനിച്ച മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹാ, ആ ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ തിങ്കളാഴ്ചയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് 2 ആണോ 8 ആണോ 9 ആണോ 12 ആണോ 16 ആണോ എന്നിട്ട് പറയുന്നു. എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ പ്രബലമാക്കിയത് റബീഉൽ അവ്വൽ 8 ആണ് എന്നാണ്. ചരിത്രകാരന്മാർ പ്രബലമാക്കിയത് റബീഉൽ അവ്വൽ 12 ആണ് എന്നാണ്. ഒറ്റ കാര്യം കൂടി പറയാം, എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു. അല്ലാഹുവിന്റെ റസൂലായതിനു ശേഷം 22 റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയി. 23ാമത്തെ റബീഉൽ അവ്വലാണ് അവിടുന്ന് വഫാത്താകുന്നത്. ഏതെങ്കിലും റബീഉൽ അവ്വലിൽ സ്വഹാബത്തിനെ വിളിച്ചില്ല, ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താണ് നബി ജനിച്ചത് എന്ന തർക്കം അവസാനിക്കുമായിരുന്നു. നബി ആഘോഷിക്കാത്തത് കൊണ്ട് തന്നെ ആ തർക്കം ഇന്നും തുടരുന്നു. ശരി, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് മാസമാണ്, ഏത് ഡേറ്റാണ്? എനിക്കിപ്പം പറയാൻ കഴിയില്ലല്ലോ. അല്ല, ഞാൻ പറയാൻ കാരണം മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട് റബീഉൽ അവ്വൽ മാസത്തിലേ അല്ല റസൂലുള്ളാഹി ജനിച്ചത്, റമളാൻ മാസത്തിലാണ് ജനിച്ചത് എന്ന്. അഭിപ്രായങ്ങൾ പലതുമുണ്ട്. ഹദീസ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ മാസം 8-ന്, ചരിത്ര പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ മാസം 12-ന്. ഇനി അതിൽ ഏതാണ് ശരി എന്ന് പറയാൻ അവരെക്കാളും മേലേക്ക് എത്താൻ കഴിയണം. അത് നമ്മൾ എത്തിയിട്ടില്ല. അവരൊക്കെ കണ്ട എല്ലാ സോഴ്സും കണ്ട് അതിന്റെ ബലാബലം പരിശോധിച്ച് അതിനും അപ്പുറത്ത് ഇൽമുണ്ടെങ്കിൽ ഒരു പക്ഷെ പറയാൻ കഴിയുള്ളൂ. നമുക്കാർക്കും അങ്ങനത്തെ ഒരു അറിവില്ല. നമ്മൾക്ക് മതവിദ്യാർത്ഥികളാണ്, നമ്മളാരും പണ്ഡിതന്മാരല്ല. നമ്മൾക്ക് മറ്റു മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചും പരിശോധിച്ചും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഹദീസ് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ 8, ചരിത്ര പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തിയത് റബീഉൽ അവ്വൽ 12. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റബീഉൽ അവ്വലാണ് എന്ന്, അതേപോലെ റബീഉൽ ആഖിറാണ് എന്ന്, റജബാണ് എന്ന്, മുഹറമാണ് എന്ന്, റമളാനാണ് എന്നിവരെ അഭിപ്രായം പറഞ്ഞവർ ഉണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ അല്ലാമ ഖസ്തല്ലാനിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. അവിടെ റമളാൻ മാസത്തിലാണ് അഭിപ്രായവും ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ ആ അഭിപ്രായം വായിച്ചിട്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാഹു അഅലം, എനിക്കറിയില്ല. പ്രബലാഭിപ്രായം റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്നാണ്. 8 ആണോ 12 ആണോ തർക്കമുണ്ട്. ഹദീസ് പണ്ഡിതന്മാരുടെ അഭിപ്രായം 8 ആണ് എന്ന്, ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായം 12 ആണ് എന്ന്. നിങ്ങളുടെ പണ്ഡിതന്മാർ തമ്മിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം? അത് മുസ്ലിം ലോകത്ത് മൊത്തം തർക്കമാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല. അത് സുന്നി പണ്ഡിതന്മാർക്കുണ്ട്. സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, ഉസ്താദ് എങ്ങനെ കുറെ അഭിപ്രായങ്ങളുണ്ടോ ചോദിച്ചു നോക്കി. നമ്മൾ കുറെ കാലമായിട്ട് റബീഉൽ അവ്വൽ മാസം 12-ന് ഇങ്ങനെ ആഘോഷിച്ച് പരിചയപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിച്ചു പോണത്. നിങ്ങൾ ഉസ്താദിനെ പൊട്ടി പള്ളിയിൽ പോയി ഉസ്താദ് ചോദിക്കും, ഉസ്താദ് എങ്ങനെ അഭിപ്രായം ഉണ്ടോ? ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, വീട്ടിലും മൗലിദ് കിതാബ് ഉണ്ടെങ്കിൽ 151 വക മൗലിദാണെങ്കിൽ അതിൽ ഒന്നാമത്തെ മൗലിദ് ബർസൻജിയാണ്. 333 വകയാണെങ്കിൽ ഒന്നാമത്തേതല്ല, 4-മത്തോ 5-മത്തോ എങ്ങാണ്ടാണ് ബർസൻജി മൗലിദ്. അതിനാണ് പറഞ്ഞത്, നമ്മളെ വീട്ടിൽ ഇപ്പൊ ഒന്നും വേണ്ട, റബീഉൽ അവ്വൽ മാസമാണല്ലോ, വീട്ടിൽ ഉസ്താദ് മൗലിദ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഉസ്താദിന് പറയാം, ഉസ്താദ് ഈ പ്രാവശ്യം നമുക്ക് ബർസൻജി മൗലിദ് ഓതാന്ന് പറയാം. ബർസൻജി മൗലിദ് ഓതുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ അതിൽ കാണാം വഖ്തുലിഫ ഫീ ആമി വിലാദത്തിഹി, പ്രവാചകൻ ജനിച്ച കൊല്ലത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ ശഹരിഹാ, ആ മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. വഫീ യൗമിഹാ, ആ ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അലാ അഖ്വാലിൻ ലിൽ ഉലമാഇ മർവിയ, പണ്ഡിതന്മാർക്ക് അങ്ങനെ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മൗലിദ് കിതാബിലുണ്ട്. അപ്പൊ ഇനി അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നതാണ് ശരി എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നെ നമുക്ക്. റസൂല് പഠിപ്പിക്കണം, ഞാൻ ജനിച്ച ഇന്ന ദിവസത്തിലാണ്, ഇന്ന ഡേറ്റിനാണ്, ഇന്ന മാസമാണ്, ഇന്ന കൊല്ലമാണ്, എങ്കിൽ തർക്കം തീരും. നബി അത് പറഞ്ഞിട്ടില്ല.
നബിന് പറഞ്ഞിട്ടില്ല. പിന്നെ കിട്ടിയ ചരിത്രങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ അനുമാനിച്ചെടുത്തതാണ്. നബി പറഞ്ഞതെന്താണ്? ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് അതിൽ തർക്കമില്ല. തിങ്കളാണോ ചൊവ്വയാണോ ഞായറാണോ തർക്കമില്ല. തിങ്കളാണ് ഇത് നമ്മളും അംഗീകരിക്കുന്നു, സുന്നികളും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. ഡേറ്റും മാസവും ഇയറും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. നിങ്ങൾ തന്നെ ഇപ്പം പറഞ്ഞ് ഞങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് കൂടുതൽ പ്രബലമായ സൂത്രങ്ങൾ എത്ര കിട്ടാൻ ഞാൻ കിട്ടാതൊന്നും ഓർമ്മിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആക്ഷേപിക്കല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പൊ പ്രബലമായ അഭിപ്രായം റബീഉൽ അവ്വൽ 12-നാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നിങ്ങളും പറഞ്ഞില്ല. ഞാൻ റബീഉൽ 8-നാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതേ നിങ്ങളെ ഗ്രൂപ്പിൽ തന്നെ പെട്ട ഞാനും പറയുന്നുണ്ട്. ഗ്രൂപ്പ് പെട്ടല്ല, ഞാൻ തന്നെ പറയുന്നുണ്ട്. അതെ, മുജാഹിദ് ബാലുശ്ശേരി അത് ഞാനും പറയുന്നു. വളരെ വ്യക്തമായി പറഞ്ഞു. അത് ഞാനും പറഞ്ഞു. റബീഉൽ അവ്വലിലെ എല്ലാ റസൂല് ജനിച്ചത് റമളാൻ മാസത്തിലാണ് ജനിച്ചത് എന്ന് അയാൾ പറഞ്ഞു. സുഹൃത്ത്, അത് ഞാനും പറഞ്ഞു. ബാലുശ്ശേരി മാത്രമല്ല, അത് എവിടുന്ന് കിട്ടി? സുന്നിയായ അല്ലാമ ഖസ്തല്ലാനി അദ്ദേഹം മവാഹിബുൽ ലദുന്നിയ്യ ബിൽ മിനഹിൽ മുഹമ്മദിയ്യ എന്ന കിതാബിന്റെ 1-ാം വാള്യത്തിൽ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നിടത്താണ് പറഞ്ഞത്. അവിടുന്നാണ് നമുക്കും കിട്ടിയത്. മറ്റൊന്ന് ഞാനത് കണ്ടത് ബർസഞ്ചി മൗലിദിലുമാണ്. എന്നാൽ ഹദീസിൽ എവിടെയും അല്ലാഹുവിന്റെ റസൂല് ഞാൻ ജനിച്ച മാസം ഇതാണെന്നോ ഞാൻ ജനിച്ച ഡേറ്റ് ഇതാണ് എന്നോ പറഞ്ഞിട്ടില്ല. അത് മുജാഹിദ് തർക്കല്ല, നിങ്ങൾക്ക് തർക്കമില്ല എന്ന് നിങ്ങൾ പറയും. അതിനെ ഞാൻ പറഞ്ഞു, നാളെ വീട്ടിലേക്ക് ഉസ്താദ് വരികയാണെങ്കിൽ ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് എങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? അപ്പൊ ഉസ്താദ് ഉണ്ട് മോനെ, പല അഭിപ്രായങ്ങളുണ്ട് എന്ന് ഉസ്താദ് ഈ കാലം നിങ്ങൾ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാ പ്രശ്നം. നാളെ ഉസ്താദ് ചോദിക്കും, ഉസ്താദ് ഇങ്ങനെ വഹാബി ഇങ്ങനെ പറഞ്ഞത് കേട്ടു, അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോന്ന്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം മവാഹിബുൽ ദുനിയയിൽ ഇല്ലാന്നോ ബർസഞ്ചി മൗലിദിൽ ഇല്ലാന്നോ നിങ്ങൾ ഉസ്താദ് പറയുകയാണെങ്കിൽ ഉസ്താദ് ഒന്ന് എഴുതി തരും. ഞങ്ങൾ അവിടെ വഹാബി വെറുതെ വന്നിട്ട് അവിടെ വിടൽ വിട്ട് പോയിട്ടുണ്ട്, ഞങ്ങളൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഉസ്താദിന് എഴുതി വാങ്ങ, ഉസ്താദ് പറയട്ടെ ബർസഞ്ചി മൗലിദിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അങ്ങനെ മവാഹിബുൽ ദുനിയ എന്ന കിതാബിലും അതില്ല എന്ന് ഉസ്താദ് എഴുതി തന്നാൽ നിങ്ങൾ ഇവിടെ അഹ്ലുസുന്നയുടെ സലഫി സെന്ററിന്റെ അവിടെ വന്നിട്ട് കൊടുക്കുക. നിങ്ങളെ മൗലവി പറയുന്നത് ശരിയല്ല, അത് കളവാണ് എന്ന് നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് മവാഹിബുൽ ദുനിയ എന്ന കിതാബും ബർസഞ്ചി മൗലിദിന്റെ കിതാബും ആ 2 കിതാബും കൊണ്ട് ഇൻഷാ ഞാനിവിടെ വരും, നിങ്ങളെ ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലും, ഉസ്താദിനെ കാണിച്ചു കൊടുക്കും. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് ഉസ്താദ് പറഞ്ഞാലോ അപ്പറേക്ക് ഇത്രയും കാലത്തൊക്കെ ഉസ്താദ് മൂടി വെച്ചതാണല്ലേ, അതല്ല തീവ്സേജിരിക്കുക. മൂപ്പരിക്കാരെ ഇതൊക്കെ ഉണ്ട്, മൂപ്പരിക്കാരെ ഇതൊക്കെ ഉണ്ട് അല്ലേ, ഉള്ളതല്ലേ അല്ലേ? എന്തായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ മൂപ്പരിക്കൊരേ സംഭവം ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും അതാണ്. അത് നിങ്ങളെ ആക്ഷേപിക്കല്ല, നിങ്ങൾ സാധാരണക്കാരനായതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഉസ്താദിനോട് ചോദിച്ചാൽ മതി, അപ്പൊ കിട്ടും. ശരി, നിയമപാലക നമ്മൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്യാവശ്യമുള്ള ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. കടകത്തൂര്. എന്റെ പേര് കുഞ്ഞപ്പുല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നൂറിനെ ആദമിനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പായി സൃഷ്ടിക്കപ്പെട്ടു. ഔജലനോടൊപ്പം പതില ഹൽക്കലാലമിന്റെ മുഹമ്മദ്. അതിന്റെ ഒരു വിഷയമാണ് പ്രവാചകന്റെ പ്രകാശമാണ് ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന പരാമർശം മൗലിദ് കിതാബിൽ പല സ്ഥലത്തുമായി വന്നിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതെവിടെയും കാണുന്നില്ല. പ്രവാചക സ്വലാസമ തങ്ങൾ പറഞ്ഞുവെന്ന് സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മവാഹിബുൽ ദുനിയ എന്ന കിതാബിൽ തന്നെ ഒരു ഹദീസായി അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും കാണുന്നതല്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവ്വലു മാ ഖലഖല്ലാഹു തആല നൂറ നബിയിക യാ ജാബിർ. ജാബിറെ, നിന്റെ നബിയുടെ പ്രകാശമാണ് അല്ലാഹു ആദ്യം പടച്ചത് എന്ന് നബി പറഞ്ഞു എന്നൊരു ഹദീസായി മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അൽ മവാഹിബുൽ ദുനിയ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഒരു 350-400 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട കിതാബാണ് മവാഹിബുൽ ദുനിയ. ആ കിതാബിൽ മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന ഹദീസ് കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു ഹദീസാണ്. എന്നാൽ മുസന്നഫ് അബ്ദുർ റസാഖിൽ അങ്ങനെ ഹദീസ് കാണുന്നില്ല. അവിടെ അല്ലാതെ വേറെ എവിടെയും ഇതൊട്ട് സ്ഥാനം പിടിച്ചിട്ടുമില്ല. അതിൽ നിന്ന് കോപ്പിയടിച്ച് പിന്നീട് പിൽക്കാൽ പലരും അതെടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ മവാഹിബുൽ ദുനിയയിൽ നിന്ന് കോപ്പിയടിച്ചിട്ട് മങ്കൂസിലും സലഫനാമിലും ജാഹിദ് മുഹമ്മദിലും എല്ലാം ഇത് പറയുന്നുണ്ട്. ചിലതിൽ മങ്കൂസ് മൊഴിയാണെങ്കിൽ അൽഫൈ ആമിൻ ഖബ്ല അൻ യഖ്ലുഖ ആദം, ആദം നബിയെ പടക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് എന്നാണുള്ളത്. ചിലതിലാവട്ടെ 1,00,000 കൊല്ലം മുമ്പ് എന്നുണ്ട്. കാരണം പ്രകാശം പടച്ചു, അത് പിന്നെ 7 സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അവിടെ ഓരോ സമുദ്രത്തിനും 10,000 കൊല്ലം കിടന്നു, അപ്പൊ 70,000 കൊല്ലം എന്നുണ്ട്.
ജാല മുഹമ്മദ് മാലയിലാണെങ്കിൽ നല്ല നബി ആദം തമ്മെ പടക്കും മുൻ 100,000 മുമ്പേ പടച്ചോവർ. ആദം നബിയെ പടക്കുന്നതിന് മുമ്പ് 100,000 കൊല്ലം മുമ്പ് അഥവാ 1,00,000 കൊല്ലം മുമ്പ് പ്രവാചകരെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊന്നും സ്വീകാര്യമല്ല, പ്രവാചകരെ പഠിപ്പിച്ചതല്ല, ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല. ഇത് തീർച്ചയാത്ത നമ്മളെ മറ്റേ കൂട്ടം പറഞ്ഞല്ലോ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലോ. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് പ്രവാചകൻ ജനിച്ചത് അഥവാ നബി ആയത് റമദാനിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പരാമർശം നടത്തിയത്. ജനിച്ചപ്പോൾ നബിയല്ല, 40-ാമത്തെ വയസ്സിലാണ് നബുവത്ത് കിട്ടിയത്. 40-ാമത്തെ വയസ്സിൽ നബുവത്ത്. അപ്പം അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മുഹമ്മദ് എന്ന കുട്ടി ജനിച്ചത് റബീഉൽ അവ്വലിൽ. ആ കുട്ടി നബിയായത് റമദാനിൽ. ഷഹ്റു റമദാനിൽ ഉൻസില ഫീൽ ഖുർആൻ. അത് പറഞ്ഞെടുത്താണ് ആ ഭാഗമുള്ളത്. ക്ലിപ്പ് മാത്രം കേൾക്കുമ്പോഴാണ് കുഴപ്പമില്ല. സുഹൃത്തെ ശ്രദ്ധിക്ക്, ബാക്കി ശ്രദ്ധിക്ക്, ചാടണ്ട. ആ ക്ലിപ്പ് മാത്രം കേട്ടപ്പോഴാണ് കുഴപ്പം. നിങ്ങൾ ആ സീഡി അന്വേഷിക്കുക. ആ ക്ലിപ്പ് ഏത് സീഡിന്നാണോ കിട്ടിയത് ആ സീഡി നിങ്ങൾ അന്വേഷിക്കുക. ഇന്ന് കുറച്ച് ഒരു 3 മിനിറ്റ് അപ്പുറം ഒരു 2 മിനിറ്റ് ശേഷം കൂട്ടിയിട്ട് ഒരു 6 മിനിറ്റ് തികച്ചൊന്ന് കേട്ടാൽ മതി. ഇപ്പൊ 1 മിനിറ്റ് താഴെയുള്ള ക്ലിപ്പാണ് കേൾക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് നബി ജനിച്ചത് റമദാനിലാണ്. അത് ഏതർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം തന്നെ പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. നബി ആയിക്കൊണ്ട് ലോകത്ത് വരുന്നത് റമദാനിൽ. കാരണം 1-ാമത്തെ വഹി റമദാനിലാണ്. ഖുർആൻ ആദ്യമായി അവതരിക്കുന്നത് റമദാനിലാണ്. ആ അർത്ഥത്തിലാണ് മുജാഹിദ് ബാദ്ഷാഹ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കുക. ഇവിടെ കിട്ടിയ ചോദ്യം, താബികളിൽപ്പെട്ട പ്രമുഖനായ ഹസൻ ബസരി പറഞ്ഞതായി സുന്നികൾ പറയുന്നു. ഉഹുദ് മലയോളം സ്വർണമുണ്ടെങ്കിലും ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഉപയോഗിക്കുമായിരുന്നു എന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹസൻ ബസരി പ്രഗത്ഭനായ താബിഇയാണ്. 500ഓളം സഹാബിമാരെ കണ്ട് അവരിൽ നിന്ന് ദീന് പഠിച്ച പ്രഗത്ഭനായ താബിഇയാണ് ഹസൻ ബസരി. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ട് ചിലർ എഴുതി വെച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായ ഇആനത്തു ത്വാലിബീൻ, സയ്യിദ് ബക്കരിയുടെ ഇആനത്തു ത്വാലിബീൻ, അതിനെ 3-ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസൻ ബസരി പറഞ്ഞു, സുദീഖുൽ അക്ബർ പറഞ്ഞു, ഉമർ ഖത്താബ് പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രയോഗങ്ങൾ. സയ്യിദ് ബക്കരി ഏതായാലും ഇവരാരെയും കണ്ടവർ അല്ല. ഇവരെ കാലം കഴിഞ്ഞ് 1000 കൊല്ലത്തിന് ശേഷം ജീവിച്ചവരാണ്. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞെങ്കിൽ അവരാരോടാണ് പറഞ്ഞത്? അതാരാണ് കേട്ടത്? അത് എവിടെയാണ് രേഖപ്പെടുത്തിയത്? ഒരു പരമ്പരയുണ്ടോ? സനതുണ്ടോ? മുടിക്ക് മാത്രമല്ലല്ലോ സനത്, എല്ലാത്തിനും സനത് വേണം. അപ്പൊ പിന്നെ സനതിന് പ്രസക്തി ഇല്ല. ഇപ്പൊ മുടി കഴിഞ്ഞപ്പോ പാത്രം കിട്ടി നടന്നത്. ഇത്രയും കാലം മുടിയായിരുന്നു, ഇപ്പൊ പാത്രം കിട്ടി. ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ കണ്ടു, ആരോ തമാശ കിട്ടതാണ്. കാരണം മുടി കിട്ടിയപ്പോ പറഞ്ഞു തിരുശേഷിപ്പ് ഉത്തമ കേന്ദ്രം. അപ്പൊ ഇനിയിപ്പോ പാത്രം കിട്ടിയാ പറയും തിരുപാത്രത്തിന് ഒരു ഉത്തമ അടുപ്പ് എന്ന് പറഞ്ഞിട്ട് അതും കൊണ്ട് ഇറങ്ങും എന്ന് ആരോരുത്തരുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോന്നും സുൽത്താനത്തിന്റെ തറവാട് ഒന്നാകെ ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, വിഷയതല്ല. അപ്പൊ ഏതായിരുന്നാലും ഇതൊക്കെ ആര് പറഞ്ഞെങ്കിലും ആരോടാണ് പറഞ്ഞത്? ആരാണ് കേട്ടത്? ഏത് ഗ്രന്ഥത്തിലാണ് രേഖപ്പെടുത്തിയത്? അതൊന്നുമില്ല. ഹസൻ ബസ്രിക്ക് എത്തുന്ന പരമ്പരയുണ്ടോ? ഇല്ല. ഈ 4 ഖലീഫമാർക്ക് എത്തുന്ന പരമ്പരയുണ്ടോ? ഇല്ല. ദുർബലമായ പരമ്പര ഉണ്ടോ? അതുമില്ല. നേരെ മറിച്ച് അവര് പറഞ്ഞു 1000 കൊല്ലം കിട്ടുകൾ എഴുതി വെക്കുകയാണ്. അപ്പൊ നമുക്ക് എഴുതിയേക്കാം, ഒരു പറഞ്ഞിട്ടില്ല എഴുതിയേക്കാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ തെളിയിക്കപ്പെടണം. അവർ ആരോട് പറഞ്ഞു, ആര് കേട്ടു, ഏത് കിതാബിലുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ നമുക്കതെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ശരി, ഇതും കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇദ്ദേഹത്തിന്റെ ചോദ്യം കൂടി